നമ്മൾക്കൊരു നല്ലൊരു ഇയർഫോൺ മേടിക്കണം, പക്ഷേ അതിനനുസരിച്ചുള്ള നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏകദേശം ടോപ്പ് 5 ഇയർഫോൺസ് നമ്മൾ പറയാൻ പോകുന്നത്. 500 രൂപയുടെ താഴെ വരുന്ന ടോപ്പ് 5 ഇയർഫോൺസ്. ഈ കഴിഞ്ഞ എന്താണ് ജൂലൈ, ഇപ്പോൾ നമ്മുടെ 2021 ജൂലൈ ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ടോപ്പ് 5 ഇയർഫോൺസ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ റെഡ്മി ബ്രാൻഡിൽ നിന്നൊരു ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇയർഫോണാണ്. അതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങളിവിടെ കാണാം. ഒരുപക്ഷെ അതിൻ്റെ ഫീച്ചേഴ്സിൽ 10mm ഡ്രൈവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻമൈക്ക് ലൈനായിട്ടാണ് അതിൽ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൽ അലുമിനിയം ചേമ്പറായിട്ടാണ് അതിൻ്റെ ഒരു ബിൽഡിങ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് റെഡ്മി എന്നൊരു ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതൊരു ഇയർഫോൺസ് എന്തായാലും എടുക്കാം. ഈ കഴിഞ്ഞ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ നാലാമതിലേക്ക് വരണം, നമ്മൾ 5-4 അങ്ങനെ വരണം. അപ്പോൾ നാലാമതിലേക്ക് വേണമെങ്കിൽ മിവി റോക്ക് ആൻഡ് റോൾ E5 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മിവി എന്നൊരു ബ്രാൻഡ് സൗണ്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ മിവിയുടെ സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ ഇടയിൽ തന്നെ അവർ ബ്ലൂടൂത്ത് ഒരു സ്പീക്കർ വർക്കിണ്ടായിരുന്നു. അതും ഏകദേശം നല്ല അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ ഇയർഫോണിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി സൂപ്പർബാണെന്ന് പറയാം. അതുപോലെ തന്നെ ഡ്രൈവ് 10mm ഡ്രൈവ് ഇൻ മൈക്ക് ലൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ടാങ്കിൾ ഫ്രീ ഡിസൈനാണ്. കാരണം നമ്മൾ ചുരുട്ടിക്കൂട്ടി നമ്മൾ പോക്കറ്റിലിട്ടാലും വലിയ കുഴപ്പമൊന്നും വരില്ല. അതിൻ്റെ വയർഡ് അങ്ങനെയാണ്. പിന്നെ ഫിറ്റിംഗ് ഡിസൈനിങ്ങും നല്ല നമ്മുടെ ചെവിയിലേക്ക് ഒതുങ്ങുന്ന ഒരു ഫിറ്റിംഗ് ഡിസൈനാണ്. പിന്നെ ഇതിൽ കളർ വേരിയബിൾ വരികയാണെങ്കിൽ 5 കളർ വേരിയബിളാണ് വരുന്നത്. റെഡ്മിയിൽ വന്നിട്ട് ആദ്യം ഞാൻ അഞ്ചാമതായി പറഞ്ഞതിൽ 3 കളർ വേരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമതിലേക്ക് വരികയാണ്. കാരണം കൂടുതൽ എന്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ചോദിച്ചാൽ, കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ വെറുപ്പിക്കാൻ പാടില്ല. കാരണം ഒരു ടോപ്പ് ഏതെങ്കിലും ഒരു ഇയർഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മേടിക്കാൻ പോകണം. അപ്പോൾ മൂന്നാമതിലേക്ക് വേണമെങ്കിൽ ബോട്ടിൻ്റെ ബാസ് ഹെഡ്സ് എന്ന് പറയുന്ന 172 എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോണാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ ഡിസൈനിങ് സൂപ്പർബാണെന്ന് പറയും. പിന്നെ ഫിറ്റിംഗ് ഇതിൻ്റെ നമ്മൾക്ക് ചെവിയിൽ വെക്കുന്ന ഒരു ഫിറ്റിംഗ് ആണ് ഇതിലും വരുന്നത്. അതുപോലെ തന്നെ 10mm ഡ്രൈവർ ആണ് വരുന്നത്. പിന്നെ ടാങ്കിൾ ഫ്രീ ഡിസൈനിങ് ആണ് ഇതിലും വരുന്നത്. ഇതിൽ കളർ വേരിയബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 കളർ വേരിയബിളാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾക്ക് രണ്ടാമതിലേക്ക് പോകുമ്പോൾ നമുക്ക് റിയൽമി ബഡ്സ് നിയോ എന്ന് പറയുന്ന ഒരു റിയൽമി ബ്രാൻഡിൽ നിന്ന് റിയൽമി ബഡ്സ് നിയോ എന്ന് പറയുന്നത് ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കാരണം ടോപ്പ് 5 അണ്ടർ 500 റുപ്പീസിൽ ഇതിൽ മാത്രമാണ് 11.2mm ഡ്രൈവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും ടാങ്കിൾ ഫ്രീ ഡിസൈനിങ് ആണ്. ഇതിൽ കളർ വേരിയബിളും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ വെറും 2 കളർ വേരിയബിൾ മാത്രമേ അവർ ഇറക്കിയിട്ടുള്ളൂ. എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഒരു 3 കളർ വേരിയബിളും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ കുറച്ചും കൂടി ചോയ്സസ് ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് നമ്പർ വൺ ഇതിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു 500 റുപ്പീസിൻ്റെ താഴെ വരുന്നതിൽ എല്ലാ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇയർഫോണിൽ ഉണ്ടാകുമായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ. ബോട്ടിൽ നിന്ന് ബാസ് ഹെഡ്സ് 242. കാരണം ബോട്ടിൽ നിന്ന് ഞാൻ മൂന്നാമത് പറഞ്ഞു ബോട്ട് ബാസ് ഹെഡ്സ് 172 ആണ്. ഇതിൽ വന്നിട്ട് ബോട്ട് ബാസ് ഹെഡ്സ് 242 ആണ് ഞാൻ ഒന്നാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് 10mm ഡ്രൈവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ IPX വാട്ടർ റെസിസ്റ്റൻസ് ടോപ്പ് അണ്ടർ 500 റുപ്പീസിൽ ഈ ഒരു ഹെഡ്സെറ്റിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഇതിലൊരു സൂപ്പർബാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്യൂർ ഫിറ്റാണ്. കാരണം നിങ്ങളിവിടെ കാണണം അതിൻ്റെ ഒരു സെക്യൂർ ഫിറ്റ്നസ് നമ്മുടെ ചെവിയിലേക്ക് സൂപ്പർബായിട്ട് ഫിറ്റാണെന്ന് വല്ലതും പറയാം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയി വെച്ചാൽ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ മേടിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതാ മേടിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണെന്ന് ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏത് ബ്രാൻഡാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൽ JBL മാത്രം ഉൾപ്പെടുത്തിയില്ല. ഞാൻ JBLൻ്റെ അണ്ടർ 500 റുപ്പീസിൽ ഈ കാണുന്ന സ്പെക്കും കാര്യങ്ങളായിട്ട് ഏതും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുടെ ചാനൽ മറക്കാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ആൾസോ കമൻറ്റ് ബിലോ.